ജയന്റെ ഹാർട്ടിന്റെ വാൽവിന് തകരാറുണ്ടാകാനാണ് സാധ്യത. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. ജയൻ വരാതെങ്ങനെ? ജയേട്ടന്റെ പ്രകൃതം അതാ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ വാശിയാണ്. എന്തോ ആകെ മാറിയിരിക്കും. ഹരിയേട്ടനും എന്തോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഇവിടെ ആരും അറിയരുത്. എന്തോ എന്താ ഇത്? ഇത് ഹോസ്പിറ്റലാണ്. ആരെങ്കിലും കണ്ട? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. നാളെയല്ലേ മെഡിക്കൽ അസോസിയേഷന്റെ കോൺഫറൻസ്? അതെ. എനിക്ക് നാളെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം. വൈകുന്നേരം ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ. എന്റെ സഹോദരന് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, ആശാ മെഡിക്കൽസ്. ഡോക്ടർ മരുന്ന് എഴുതുമ്പോ ആശാ മെഡിക്കൽസ് വാങ്ങാൻ പറഞ്ഞാൽ നന്നായിരുന്നു. ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാ ചെയ്യാറുള്ളത്. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. എടാ കരീമേ, ഡോക്ടർ മുറിയിൽ ഞാൻ കയറി ചെല്ലുമ്പോ അവിടെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും നടക്കുന്നു. ആ, എന്നെ കണ്ടതും അവരാകെ ചമ്മി. സോഫിയമ്മയെ കണ്ടതല്ലേ ചമ്മും. പിന്നെ ഡോക്ടർക്കാണെങ്കിൽ വലിയ പ്രായവുമില്ല. അതെ അതെ. കല്യാണവും കഴിച്ചിട്ടില്ല. അവളും ചെറുപ്പമല്ലേ. പിന്നെ ഭർത്താവാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ്. അപ്പൊ പിന്നെ ഇതിന് വല്ല വാസം ഉണ്ട് എന്റെ സോഫിയമ്മേ. എനിക്കെന്തോ വിശ്വാസം പോരാ. നീ വിശ്വസിക്കണ്ട, ഇതൊരു മണക്കൂസ്. കറക്റ്റ്. എടാ, അവര് തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അതെങ്ങനെ? ഡോക്ടർ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ആ ഹോസ്പിറ്റലിൽ ഇവളും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ള ബന്ധവാ. എന്തു കുഞ്ഞു പറഞ്ഞു? ഞാൻ പോകുന്നു. അവിടെ നിന്ന് മാനേജർ വെച്ച വളരെ പാടുപെട്ടാണ് നല്ലൊരു കോർഡിയോളജിസ്റ്റിനെ തപ്പിപ്പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വലക്കരുതേ. സോഫിയമ്മ എന്തായി പറയുന്നേ? ആ, കണ്ണീര് താഴോട്ട് തന്നെയാ ഒഴുകുന്നെന്ന് പറഞ്ഞതാ. ഇന്ദു, നീ ഭർത്താവ് ഒരു കുഞ്ഞുള്ളവളല്ലേ. ഭർത്താക്കന്മാർ രോഗികളാവുമ്പോ അവരെ മറന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവദോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ താടകം വല്ലതും പറയുന്നത് കുട്ടി നിനക്കറിയണേ. അവള് സ്ത്രീയാണ്. അവളും സർവതല്ലേ. അതല്ലേ അവളെ ഭർത്താവ് തന്നെ അവൾ ഡൈവേഴ്സിട്ട് പോയി കളഞ്ഞത്. കരിയില്ലെന്ന് ഇതവരുടെ സൂക്കേടാണെന്നേ. ഇവിടെ ഏതൊരു പുതിയ ഡോക്ടർ വന്നാലും ഏതെങ്കിലും ഒരു നേഴ്സിന്റെ പേര് വെച്ച് ഒരു കെട്ടുകഥയും തട്ടും. എനിക്ക് കാര്യമില്ല. കുട്ടികളോട് പോകാൻ പറ. സിസ്റ്റർ അവര് പറയുന്നത് കണക്കാക്കണ്ട. ഇങ്ങോട്ട് പോയിച്ചേ, ഒന്ന് ചിരിച്ചേ. ഒന്ന് ഫീലിംഗ് ഇല്ലാതെ ചിരിച്ചേ. ലാസർ പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റും. പറ്റിയ കാശങ്ങ് തരികയും ചെയ്യും. അതുടനെ വേണം. ഞാൻ എന്നാ നോട്ടടിക്കുവാന്ന് ഉടനെ തരാൻ. ശമ്പളം കിട്ടിയാൽ ഉടനെ അങ്ങ് തരും. ഓർമ്മിച്ചെന്നേ ഉള്ളു. ആ അയ്യോടാ അയ്യോടാ, ഇതാരാ? രാജുമോളോ? സ്കൂളിൽ പോവാന്നോ? ലാസറച്ചായ മാർക്കറ്റിൽ പോവാ. ലാസറച്ചായ വന്ന് മോളെ ഡോക്ടറിന്റെ വീട്ടിൽ കൊണ്ട് സിനിമ കളിച്ചിടുവോ? ലാസറച്ചായ വരണം. വരണേ, മറക്കരുത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹൗ ആർ യു? ഫൈൻ. ഡോക്ടറിന്റെ ടോണിക്ക് നന്നായിട്ട് എഴുതുന്നു അറിഞ്ഞു. താങ്ക് യു വെരി മച്ച്. എനിവേ ഐ വിൽ കം ആൻഡ് മീറ്റ് യു അറ്റ് ഹോം പേഴ്സണലി. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. സിസ്റ്റർ ഒരു മിനിറ്റ്. സിസ്റ്ററിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ആ, തടി കൂടിയിട്ടുണ്ട്. തടി കൂടാതെ ശ്രദ്ധിക്കണം. ഈ ഡ്രസ്സിന്റെ ആകെയുള്ള ചാമ്പ് പോവും. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഹരിദാസ് വന്നില്ലേ? എത്തിയില്ല. ഡോക്ടർ എങ്ങോട്ടാണ്? 3-ാം വാർഡിലേക്ക്. എനിക്ക് ഡോക്ടർ ഐസക്കിനെ ഒന്ന് കാണും. വരൂ. എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് മാത്രമായിട്ട് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരും കേട്ടോ. കയറി എഡ് ചെയ്യണം. അല്പം എനർജറ്റിക് ആകണം. ഇങ്ങനെ തളർന്നും തൊട്ടാവാടിയെ പോലെ ഇരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയണം ഡോക്ടർ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തും ആയിക്കൊള്ളട്ടെ. ഒരു നല്ല ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ. തീർന്നു. ഒന്നുകിൽ ഒരു ചിരി,
അല്ലെങ്കിൽ ഒരു തലയാട്ടൽ, അതുമല്ലെങ്കിൽ വെറും ഒരു ലുക്സ്. എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. ഡോക്ടർ അല്പം സംസാരിച്ചുകൊണ്ട് ഇനി ഇപ്പൊ ഇവിടെ 3-4 ലോകമായതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബൈ ദ വേ, പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? പ്രഷറിന്റെയും ഷുഗറിന്റെയും കംപ്ലൈന്റ് ഒക്കെ നോർമലായി? നോർമലായി. ഞങ്ങളുടെ കമ്പനിയുടെ ക്യാപ്സൂൾ കൊടുത്ത് നോക്കിയോ? ആ, അതാ പെട്ടെന്ന് നോർമലായത്. രാവിലെ തന്നെ വന്ന് ജോണി സാറ് ലാസ്റ്റ് അടി തുടങ്ങിയല്ലോ. ഓക്കെ ഡോക്ടർ. പിന്നെ എന്തൊക്കെയുണ്ട് കരിവേ വിശേഷങ്ങൾ? ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖം തന്നെ? ഓ, എന്തോന്ന് പറയാം സാറേ, ഒന്ന് മാറുമ്പോഴത്തേക്ക് മറ്റൊന്ന്. എന്ത് പറ്റി? ഒരു പ്രസവം കഴിഞ്ഞ് 10 മാസം കഴിയാ അവള് കാത്തിരിക്കുക അടുത്ത പ്രസവത്തിന്. ഇതെന്താ സാറേ ഇങ്ങനെ? അതിന് എന്നോടാണോ ചോദിക്കുന്നത്? താനല്ലേ ഇതിന്റെ എല്ലാം ഒരു ഗുൽഫി? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ, എല്ലാം പടച്ചോൻ കൊടുക്കുന്നതല്ലേ. ഓഹോ, ഇപ്പൊ അങ്ങേരും തുടങ്ങി ഈ പരിപാടിയൊക്കെ? ഒന്ന് പോവാ സാറേ. അതെ അതെ അതെ, ഭയങ്കര വിഷമമാണ്. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ 2 സ്മോൾ അടിക്കുകയും ചെയ്യും. വീട്ടിൽ ചെന്ന ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുകയില്ല. അനുഭവിച്ചു. മോള് ഇവിടെ ഇരുന്നോ? ഗ്ലാസ് അറച്ചായനെ പോയി പാലെടുത്തോണ്ട് രാജുമോളെ, രാജുമോൾ എവിടെ പോയി മോളെ? ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നോ? ഇതാ പാല് കുടിച്ചു. ആ, ഇതാണ് വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടി. വീടി. വീടിയല്ല, വീടി. ഇതിൽ പാട്ട് കാണാം, ഡാൻസ് കാണാം, സിനിമ കാണാം, എല്ലാം കാണാം. അയ്യോടാ, അച്ചായനെ ഇതിന്റെ സൂത്രം ഒന്നും അറിയത്തില്ല. വലിയ അറിവുള്ളവർക്ക് മാത്രമേ വീടി വെച്ചേർത്താൻ പറ്റത്തുള്ളൂ. മോള് പാല് കുടി. എനിക്കിപ്പോ വീഡിയോ സിനിമ കാണണം. എന്റെ കുഞ്ഞെ, അതിനകത്ത് ഒരുപാട് കുന്ത്രാണ്ടങ്ങളുണ്ട്. അവിടെ തൊടണം, ഇവിടെ അമർത്തണം, അപ്പൊ ഒരു വാ തുറക്കും, അതിനകത്തൊരു പാക്കറ്റ് ഇടണം. എന്റെ കർത്താവെ, വലിയ പുലിവാല. അതൊന്ന് നടത്തി കിട്ടണേ. ഡോക്ടറെങ്കിൽ തന്നെ വരണം. ഇപ്പൊ വരും. മോള് പാല് കുടിക്ക്. എനിക്ക് പാല് വേണ്ട. ഈ സൂത്രം നടത്താൻ പറ്റുമോ ഞാൻ ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ കർത്താവെ, അതേലൊന്നും പിടിച്ച് അമർത്തല്ലേ, അത് ചീത്തയായി പോവും. നോക്ക്, പാട്ട് കേൾക്കണേ, അച്ചായം പാടിത്തരാം. പാടാനറിയോ? അയ്യടാ, ജാതകപ്രകാരമേ അച്ചായനൊരു പിന്നണി ഗായകനാകേണ്ടവനാ. പിന്നെ സമയദോഷം കൊണ്ട് പിന്നണി അടുക്കളയിലായിപ്പോയി. എന്നാ ഒന്ന് പാടിക്കേ. ഈ പാല് കുടിച്ചാൽ അച്ചായൻ പാടാം. റെഡി? 1, 2, 3. നീ എന്താ എത്ര വൈകിയത്? ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഒരു ബസ്സും നിർത്തുന്നില്ല. എത്ര സമയം കാത്തു നിന്നിട്ടാണെന്ന് ഒരു ബസ് കിട്ടിയത്? ആ, ജയേട്ടൻ മരുന്ന് കഴിച്ചോ? ഇല്ല. എന്താ ജയേട്ടാ ഇത്? മരുന്ന് കൃത്യസമയത്ത് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഓ, അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ജയേട്ടൻ എന്താ കൊച്ചുകുട്ടികളെ പോലെ? നാളെ ചെക്കപ്പിന് ചെല്ലേണ്ട ദിവസമാണ്. ആ, ഇതാ. മോളെ, മോളെ. അവളിവിടെ ഇല്ല. മോളെവിടെ പോയി? ആ ലാസർ വന്നപ്പോ അവിടെ പോയി. അയ്യോ, നേരെ ഒരുപാടായല്ലോ. അതെങ്ങനാ? അമ്മയെ പോലെ തന്നെയല്ലേ മോളും. എവിടെയെങ്കിലും തുള്ളാൻ വലിയ ഇഷ്ടമാണ്. എന്തോ എനിക്കൊന്നും ഇഷ്ടമല്ല. ഒരു കൊച്ചിനെ കൊണ്ടുപോക്കും, കൊണ്ടുവരവും. ഇനി മേലെ മോളെ പറഞ്ഞ് അങ്ങോട്ട് അയച്ചേക്കരുത്, പറഞ്ഞേക്കാം. അതിന് ഞാനല്ലല്ലോ അയച്ചത്. എങ്ങനെ അയക്കാതിരിക്കും? അയച്ചില്ലെങ്കിൽ കിടന്ന് തൊള്ള ഉറക്കില്ലേ? ശരി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ പോണ്ട, ഞാൻ പോവാം. ജയേട്ടൻ പോവണ്ട, നടന്നാൽ ശ്വാസം മുട്ടും. നീ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. ഞാൻ ഓട്ടോ വിളിച്ച് പോയിട്ട് വരാം. ഇനി ഒരു ദിവസം വരാം മോളെ. ഞങ്ങളെ വീട് ചെറുതായതുകൊണ്ട് അങ്കിൾ വരാത്തത്? അല്ല മോളെ. മമ്മി, ആരാ വന്നത് നോക്കിയേ. മമ്മി, അങ്കിളോട് വരാൻ പറയും. നീ ഇത്ര നേരം അവിടെ എന്തെടുക്കാനാണേ? ഞാൻ ഡോക്ടറെ വീട്ടിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. അവിടെ ഒരു കളി പറയത്. കയറ്
Both. വീട് വരെ വന്നിട്ട് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറയാമായിരുന്നു. എത്ര വർഷം കഴിഞ്ഞ് കണ്ടതാ. എന്നിട്ടും എന്നിട്ടും ഒരു നല്ല മുഖം കാണിച്ചില്ല. അതിന് നീയുണ്ടല്ലോ ഇവിടെ.